ഹലോ മക്കളെ, അങ്ങനെ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ബയോളജി SSLC ബയോളജി എക്സാം ഒക്കെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ നമ്മുടെ ആൻസർ കീ പോയപ്പോൾ മിസ്സിന് കിട്ടി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻസ് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? പലരും മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. നമ്മളുടെ ഇന്നലെ രാത്രിയില്ല നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവും ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്റർ ലൈവ് കണ്ട മക്കൾക്ക് എന്തായാലും ബയോളജി എക്സാം ഈസി ആവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈവിലുണ്ടായിരുന്നു. അത് കുറച്ച് പേര് നമ്മുടെ ഇപ്പം ആൻസർ കീ പോയ സമയത്ത് നമ്മുടെ കുട്ടികൾ പറയുണ്ടായി. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് നമ്മളൊരു പ്രൂഫ് വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് സംശയമുള്ള മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഈ റെഡ് ടീഷർട്ട് ഇട്ടിരിക്കുന്നത് ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ്റെ ആണ്. മോർണിംഗ് ബൂസ്റ്ററിൽ ഒരു ജാക്കറ്റിൻ്റെ ആണ്. അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നമ്മൾ പറഞ്ഞതൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് വെറുതെ നമ്മൾ എവിടെ നിന്നും കൊണ്ട് തരുന്ന ഒന്നല്ല. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ DNA കോമ്പണന്റ് അല്ലാത്തത് ഏത് എന്നാണ്. ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് DNA കോമ്പണന്റ് അല്ലാത്തത്? ഇന്നലത്തെ നമുക്ക് ആൻസർ ഉണ്ടായിരുന്നത് യുറാസിലായിരുന്നു. പക്ഷെ ഇന്നത് ഏതാണ്? നമ്മുടെ റൈബോസ് ഷുഗർ ആണ്. അപ്പോൾ DNA കോമ്പണന്റ് അല്ലാത്തൊരു സ്ട്രക്ചർ ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഇന്നലെ അതേ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മുടെ ഹോർമോൺസിന്റെ ചാപ്റ്റർ ആണ്. ATRMS അത് നമ്മുടെ മോർണിംഗ് ബൂസ്റ്ററിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റാതെ ഇന്ന് മോർണിംഗ് ബൂസ്റ്ററിൽ പഠിപ്പിച്ചതാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ ഫംഗ്ഷൻ ഓഫ് ഓക്സിൻ. ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മളിത് ഓക്സിന്റെ ഫംഗ്ഷൻ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്റർ കണ്ട മക്കൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാകും. പിന്നെ A teacher asks student to identify preventable eye disease. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ ഐ ഡിസീസസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിലും നമ്മൾ ഐ ഡിസീസസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ്, പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസിയാണ് സിറോഫ്താൽമിയ. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. ഇതൊന്നും അങ്ങനത്തതല്ല. ഇത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് മിസ് അത് സ്ക്രീൻഷോട്ട് ഒന്നും വെച്ചിട്ടില്ല. ഇനി അടുത്തത് A patient feels very thirsty, hungry, urinate frequently. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഹോർമോൺ ആൻഡ് റിലേറ്റഡ് കണ്ടീഷൻ ഏതാണ്? ദ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ ആ കണ്ടീഷനും ഹോർമോണും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ബൂസ്റ്റർ കണ്ട മക്കൾക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ATRMSന്റെ ചാപ്റ്ററിലെ കീമോ റിസപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതിനകത്തുള്ള എല്ലാ സ്ക്രീൻഷോട്ട്സും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മോർണിംഗ് ബൂസ്റ്ററിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ഇതാ മോഡേൺ മെഡിസിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് ആക്ച്വലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്റർ കണ്ട മക്കൾക്ക് ഇത് എഴുതാൻ പറ്റുമെന്നാണ് ATRMS ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? സീഷോറിൽ പോയി ഒരു ചൈൽഡ് എന്താണ് നമ്മുടെ മീൻസ് തിരമാലകളുടെ ഇടയിൽ പെട്ടുപോയി. അപ്പോൾ അയാൾ പെട്ടെന്ന് എടുത്ത് ചാടി ആ കുഞ്ഞിനെ രക്ഷിച്ചു. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. എമർജൻസി സിറ്റുവേഷനിൽ ഏതൊക്കെ ഹോർമോൺസ് ആണ് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇതും ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിലാണ് കേട്ടോ. ഇനി അടുത്തത് പേഴ്സൺ ലോസ് ബോത്ത് സെൻസേഷൻ, അതായത് നമ്മുടെ ഒരു മിക്സഡ് നെർവിന്റെ ഏരിയ വരുന്ന ഒരു മിക്സഡ് നെർവിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ATRMS എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്തിട്ടില്ല. ആൻഡ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയ മക്കൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ എഴുതേണ്ട ഒരു ആൻസർ ആണിത്. അതൊന്ന് ATRMS ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ പറയുകയാണ് ചെയ്തത്. പ്രൂഫ് വെക്കാൻ വേണ്ടിയിട്ടൊന്നും എഴുതിയിട്ടോ സ്ലൈഡോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് മിസ് അത് പ്രൂഫ് വെക്കാത്തത്. ഈ കാര്യം ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്റർ അറ്റൻഡ് ചെയ്ത മക്കൾക്ക് മനസ്സിലാവുമെന്നാണ് ATRMS പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോർണിംഗ് ബൂസ്റ്ററിൽ ജസ്റ്റ് ATRMS ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എവിടെ എഴുതാത്തത് കൊണ്ട് അതിൻ്റെ പ്രൂഫ് വെക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്തതാ ഈ സെയിം ഡയഗ്രാം. ഇത് ഞാനിനി വേറെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഡയഗ്രാം വെച്ചിട്ട് തന്നെ ATRMS ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതും നമ്മുടെ മോർണിംഗ് ബൂസ്റ്ററിലാണ് കേട്ടോ. ഫൈറ്റോക്രോം ഇസ് എ ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെന്റ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ്. ഇത് എവിടെയാണ് സിന്തസൈസ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്, കംപ്ലീറ്റ് കാര്യങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ യുവർ ക്ലാസ് കണ്ടക്ട് ആൻ എക്സിബിഷൻ ഓൺ ദ ടോപ്പിക് നോ യുവർ ഹോർമോൺസ് ടു ക്രിയേറ്റ് അവയർനെസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഡെഫിനിഷൻ പോലെയുള്ള ഒരു സംഭവം ഇല്ല. ഇത് നിങ്ങൾ പഠിച്ച് സ്വന്തമായിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മോർണിംഗ് ബൂസ്റ്റർ കണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ATRMSന്റെ ക്ലാസ്സുകൾ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് സെൽഫായിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് മിസ് പറഞ്ഞത്. അതല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിട്ടില്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യനും അല്ല, കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ട് നമ്മൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇനി അടുത്തത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് മിസ്സിൻ്റെ ക്ലാസ് കണ്ട മക്കൾക്കറിയാം ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്.
ഓക്കെ, ഏതാണ് ഈ ലക്ഷണങ്ങൾ തന്നിട്ട് ഏതാണ് അസുഖം എന്ന് ചോദിച്ചിട്ടുള്ളൂ. അസുഖം ഏതാണ്? ട്യൂബർക്കുലോസിസ് ആണ്. ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? BCG വാക്സിൻ. ഇതിന് നമ്മൾ എന്താണ് ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ്. നമുക്കറിയാം ബാക്ടീരിയ ട്രീറ്റ് ചെയ്യാൻ ആന്റിബയോട്ടിക്സ് ആണ്. ട്യൂബർക്കുലോസിന്റെ കാര്യത്തിൽ ലോങ് ടേം ആയിട്ടുള്ള നമ്മൾ എടുക്കുന്ന ആന്റിബയോട്ടിക്സ് ആണ്. പിന്നെ അതെ സെയിം ക്വസ്റ്റ്യൻ, ഫാഗോസൈറ്റോസിസ്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നലത്തെ ഉണ്ടോ റെഡ് ടീഷർട്ട്, ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അതെ ഇത് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ പാർട്സ് നമ്മുടെ ബോഡി ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഇന്നലത്തെ ലൈവിൽ മിസ് ഫ്ലോ ചാർട്ട് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഹൗ ഡു ദീസ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിൻ ബോഡി ബാലൻസിങ് എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട് ആയിട്ട് ഇന്നലത്തെ ലൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇതാ നമ്മുടെ ഹിയറിങ്ങിൻ്റെ ആ സ്റ്റെപ്പിൽ ഹിയറിങ് എങ്ങനെയാണ് ഇത് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഇന്നലത്തെ ലൈവിൽ ഞാൻ ഡയഗ്രാം വെച്ചിട്ട് ഞാൻ സെൽഫായിട്ട് വരച്ച ഡയഗ്രാം ഉണ്ടായിരുന്നു. അതിവിടെ മാരത്തണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വീണ്ടും കാണിച്ചു തരാം. ഇന്നലത്തെ നമ്മുടെ ലൈവിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ് ദാ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെൻ്റെ കുട്ടികൾക്ക് ഇന്നലത്തെ നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്ത മക്കൾക്കാണെങ്കിലുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടാകും. ഇനി അടുത്തത് ഇവിടെ നമുക്ക് ഈ പിക്ചർ വെച്ചിട്ട് ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. നെയിം ദ പ്രോസസ്. നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതിൽ 2 പ്രോസസ്സുകൾ പറയുന്നുണ്ട്, ട്രാൻസ്ക്രിപ്ഷനും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതായത് മെസ്സേജ് മോളിക്യൂളിൻ്റെ സിഗ്നിഫിക്കൻസ്. മെസ്സേജ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ A മോളിക്യൂൾ, mRNAയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്? DNA-യുടെ മെസ്സേജ് ക്യാരി ചെയ്തു വരുന്നു. എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റെപ്സ്. ഇത് നമ്മൾ സ്റ്റെപ്സ് ആയിട്ട് എഴുതിയിട്ടില്ല, പക്ഷേ മിസ് കംപ്ലീറ്റ് പ്രോസസ്സ് വരച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് സ്മെല്ല് എങ്ങനെയാണ് നമ്മളെ ഓരോന്നും ഏത് നെർവാണ് ക്യാരി ചെയ്യുന്നത്? നമ്മുടെ ഓൾഫാക്ടറി നെർവ് അല്ലെങ്കിൽ ഗന്ധനാഡിയാണ്. എന്താണ് മ്യൂക്കസിന്റെ റോള്? ഈ മ്യൂക്കസിലാണ് നമ്മുടെ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ ആ ഒരു സ്മെല്ലിന് കാരണമായിട്ടുള്ള കെമിക്കൽ മോളിക്യൂൾസ് ഡിസോൾവ് ആവുന്നത്. പിന്നെ എന്താണ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിന്റെ റോൾ? അവരാണ് എന്ത് ചെയ്യുന്നത്? ഇമ്പൾസ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മളുടെ സെലൈവയുടെ റോൾ എന്താണ്? നമ്മൾ ടേസ്റ്റ് അറിയുന്നതിൽ സെലൈവ ഒരു മീഡിയേറ്റർ ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇന്നലെ ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ തന്നെ വരച്ചെഴുതി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇത് ഇന്നലത്തെ ലൈവ് കണ്ട മക്കൾക്കാണെങ്കിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ സ്വന്തം കണ്ണ്, നമ്മൾ പറഞ്ഞ ഒരു പാർട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സീലിയറി മസിൽസ് ഒക്കെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ A എന്ന ഭാഗത്തിന്റെ വക്രത ക്രമീകരിക്കുന്നത് എങ്ങനെ? ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു മസിൽ ഫെയിൽ ആയാൽ, അതായത് സീലിയറി മസിൽ A എന്ന് പറഞ്ഞാൽ സീലിയറി മസിലല്ലേ മാർക്ക് ചെയ്തിരിക്കണേ? അല്ല, നമ്മുടെ ഐറിസ്. ഓക്കെ, ഐറിസ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളുടെ എന്താ പറയുക കർവേച്ചർ ചേഞ്ച് ഉള്ളതായിരുന്നു. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഐറിസിൻ്റെതാണ്. ഐറിസിന്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളത് അത് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. മിസ്സിന് മാറിപ്പോയതാണ്, അത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മാർക്ക് ഒഴികെ ബാക്കി ഈ 2 പാർട്സ് നിങ്ങൾക്ക് ഇന്നലെ ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 മാർക്സേ ഉള്ളൂ. ഇത് ഇന്നലെ നമ്മൾ ചെയ്തത് ലെൻസിന്റെ കർവേച്ചറിന്റെ ആയിരുന്നു. പക്ഷെ ഇന്നലെ വരച്ചു പറഞ്ഞ സമയത്ത് 2ഉം പറഞ്ഞു എന്നാണ് മിസ്സിന്റെ ഒരു ഓർമ്മ. യെസ് ഐറിസിന്റെ മസിൽസിന്റെ സമയത്ത് ഞാനത് വെക്കാൻ വിട്ടുപോയതാണ്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ. അപ്പം ഇതായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ലൈവ് അറ്റൻഡ് ചെയ്ത മക്കൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റി എന്ന് മിസ് കരുതുന്നു. ഇനി അടുത്തതാ നമ്മുടെ ATRMS അതേ ഡയഗ്രാം വെച്ചിട്ട് തന്നെ ഈ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആൻസർക്ക് നമ്മളൊരു ലൈവ് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഇതിന്റെ B and C സെക്ഷൻ മിസ് സെപ്പറേറ്റ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ. പിന്നെ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സെയിം ഡയഗ്രാം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ഡാർക്ക്നെസ് എന്ന് പറയുന്ന പെർസെപ്ഷൻ നമുക്ക് എങ്ങനെ കിട്ടുന്നു? സെയിം ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ C പാർട്ട് എന്താണ്? ഗാംഗ്ലിയോൺ സെൽസിന്റെ ഫംഗ്ഷൻ. അത് നമ്മൾ ഗാംഗ്ലിയോന്റെയും ബൈപോളർ സെൽ ലെയറിന്റെയും ലെയേഴ്സ് ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സിന്റെയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾക്ക് എങ്ങനെയാണ് ഏതാണ് നമ്മുടെ സെൽസ് കളർ വിഷൻ തരുന്നത്? കോൺസെല്ല്. ആൻഡ് നമുക്ക് ഈ കോൺസെൽ എങ്ങനെയാണ് കളർ വിഷൻ തരുന്നത്? അതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എക്സാമിൽ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ ലെവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആയിട്ടില്ല, പക്ഷേ നമ്മുടെ ക്ലാസ് കണ്ട മക്കൾക്കാണെങ്കിൽ എഴുതാൻ പറ്റേണ്ടതാണ്. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. മിസ് പറയുന്നതായിട്ട് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ലൈവ് കണ്ട മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ലൈവ് കണ്ട മക്കൾ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കുള്ളത്. മിസ് ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ പഠിപ്പിച്ചതൊക്കെ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മോർണിംഗ് ബൂസ്റ്ററും ഷുവർ ക്വസ്റ്റ്യൻസും ലൈവും കണ്ടു
കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ സിൻസിയർ ആയിട്ട് കമൻറ്റ് ചെയ്യാം. എല്ലാ കമൻസും സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ATRMSന് ഉറപ്പുണ്ട്, നമ്മൾ പഠിപ്പിച്ചത് പഠിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഴുതാൻ പറ്റുമെന്നുള്ളത്. കാരണം ഒത്തിരി ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എൻ്റെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുറേ മക്കൾ പറയുണ്ടായി, അതായത് പഠിച്ചിട്ട് ബ്ലാങ്ക് ആയി പോയി എന്നുള്ളതും, അതായത് എക്സാം ഹാളിൽ എത്തിയിട്ട് ബ്ലാങ്ക് ആയി പോയി എന്നുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയപ്പോൾ ഒത്തിരി മെസ്സേജുകൾ കണ്ടു. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് മുതൽ പഠിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് മുതൽ പഠിക്കുക മാത്രമല്ല, റിവിഷൻ ചെയ്യണം. പിന്നെ എക്സാം ഹാളിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ബ്ലാങ്ക് ആയി പോകുന്നു എന്നുള്ളത്, അത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് നമുക്കൊരു ശീലം ഇല്ലാത്തതുകൊണ്ടും നമുക്കതിനെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ മക്കളെ, നല്ല പ്രോപ്പറായിട്ട് ചാറ്റിൽ, നമ്മുടെ ലൈവ് ചാറ്റിലൊക്കെ ഒന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കമ്പനി തരുമോ, അത് ചെയ്യുമോ ഇത് ചെയ്യുമോ, കുറേ എന്താ പറയുക, ലൈവ് ചാറ്റിൽ വന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുക, സ്മൈലി ഇമോജീസ് ഒക്കെ ഇട്ട് കളിക്കുന്ന ആൾക്കാർക്ക് ലൈവ് അറ്റൻഡ് ചെയ്തിട്ടും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു കാരണമാകാം. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ ഇനിയുള്ള ലൈവുകളെങ്കിലും പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും പറ്റും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞത് ആലോചിച്ച് ഇതെല്ലാം പോയല്ലോ എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേ, ഇനിയുള്ളത് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടി നോക്കുക. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.